ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങൾ ഇന്ന് അഗര ലേക്ക് സൈഡ് പാർക്കിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ പ്ലാൻ ലേക്ക് സൈഡ് കുറച്ചു നേരം നടക്കണം, അതുപോലെ തന്നെ അനുഷ്ക്ക് കുറച്ചു നേരം പാർക്കിൽ കളിക്കാൻ വേണം. വളരെ സിമ്പിൾ ആയ പ്ലാൻസ് ആണ്, പക്ഷെ ഇത് എപ്പോഴും നടക്കുന്ന കാര്യമല്ല, അത്രേ ഉള്ളൂ. സോ വെൽക്കം ടു അമൃതവേഴ്സ്. ഞങ്ങൾ രാവിലെ ഒരു 8 മണിയോട് കൂടിയാണ് ഇവിടെ എത്തുന്നത് കേട്ടോ. സോ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ആദ്യം തന്നെ നടക്കാം, അത് കഴിഞ്ഞിട്ട് കളിക്കാൻ വരാമെന്നായിരുന്നു പ്ലാൻ. പക്ഷെ നമ്മുടെ കൂടെ ഒരു കുട്ടിയുള്ളതുകൊണ്ട് ഇത് നടക്കില്ല. അപ്പൊ കുട്ടിക്ക് ആദ്യം കിഡ്സ് ഏരിയയിൽ പോകണം. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ കിഡ്സ് ഏരിയയിലോട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മൾ ഈ പാർക്കിൽ കളിക്കാൻ വരിക അല്ലെങ്കിൽ ലേക്ക് സൈഡ് നടക്കാൻ വരിക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മോസ്റ്റ്ലി ലെഗിൻസോ അല്ലെ അങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുക അനുഷ്കയ്ക്ക് വേണ്ടി. പക്ഷെ ഇന്ന് ആള് ചെറിയ ഫോട്ടോഷൂട്ട് ഇവിടെ വന്നിട്ട് ചെയ്യാന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ ആൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാമെന്നാണ് നമ്മളെപ്പോഴും ഒരു ഓപ്ഷൻ കൊടുക്കാറുള്ളത്. അപ്പോൾ ആള് ചൂസ് ചെയ്ത ഡ്രസ്സ് ഇതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ബർത്ത്ഡേ പാർട്ടിക്ക് ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സ് നമ്മൾ പാർക്കിൽ ഇട്ടുകൊണ്ട് പോയ പോലെ ആയി. എന്നാലും സാരമില്ല, ആളുടെ ഇഷ്ടം പോലെ തന്നെ നമ്മൾ ആ ഡ്രസ്സ് ഇടിച്ച് കൊടുത്തു. അങ്ങനെ ചെറിയൊരു ഫോട്ടോഷൂട്ടായി കഴിഞ്ഞിട്ടാണ് ഇപ്പം ഈ കിഡ്സിലോട്ട് വന്നിരിക്കുന്നത് കളിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഈ രാവിലെ വന്നോണ്ടാന്ന് തോന്നുന്നു ഇവിടെ അധികം പിള്ളേരൊന്നും കാണുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ് എപ്പോഴും. മോസ്റ്റ്ലി ഈവനിങ് ടൈംസ് ഭയങ്കര തിരക്കാണ് ഇവിടെ. പിള്ളേരും ഫാമിലീസും ഒക്കെ ആയിട്ട് നല്ല ബഹളമായിരിക്കും. ഈ ഒരു ടൈം ആയതുകൊണ്ട് നല്ല വെയിലായിരുന്നു. നമുക്ക് എന്താ പറയുക, ഒരു സൺഗ്ലാസ് എടുത്ത് വെച്ചാലോ എന്നൊക്കെ വരെ ആലോചിച്ച് പോയി. അത്ര വെയിലുണ്ടായിരുന്നു, നമുക്ക് നേരിട്ട് ഇങ്ങനെ നോക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ കുട്ടിക്ക് അതൊന്നും ബാധകമല്ല. നമ്മൾ കളിക്കാൻ ഇറങ്ങി കഴിഞ്ഞാലേ മുന്നോട്ട് വെച്ചേക്കാൾ മുന്നോട്ടെന്ന് പറഞ്ഞ പോലെ അങ്ങോട്ട് പോകും. അല്ല വെയിലെന്നോ മഴയെന്നോ മഞ്ഞെന്നോ ഇല്ല. ഇപ്പൊ നമ്മൾ രാവിലെ ഇത്രയും നേരത്തെയൊക്കെ കുട്ടികളെ കൊണ്ട് ഇറങ്ങുമ്പോൾ അവർക്ക് ഫുഡൊക്കെ നമ്മൾ കൈ കരുതണമല്ലോ. പക്ഷെ നമ്മളൊന്നും കരുതിയിട്ടില്ല. അത് അടുത്ത പ്രശ്നമാണ്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ ഒരേ ബ്രെഡ് ഓംലെറ്റ് ആണ് കഴിച്ചത്. അനുഷ്ക കഴിച്ചത് ജസ്റ്റ് ഓംലെറ്റ് മാത്രമാണ് കേട്ടോ. ബ്രെഡും കൂട്ടി കഴിക്കാൻ ഒരു മൂഡല്ല അത്രേ. അപ്പൊ പിന്നെ നമ്മൾ ഓംലെറ്റ് മാത്രം കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. വരുന്ന വഴിക്ക് നമുക്ക് ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം ദോശ എന്തെങ്കിലും കഴിക്കാം എന്ന് വിചാരിച്ചപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പാർക്ക് ഇങ്ങനെ അടച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടായല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓർത്തു ഇത് കഴിഞ്ഞിട്ട് പിന്നെ സാവധാനം പതുക്കെ ഭക്ഷണം കഴിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. മോസ്റ്റ്ലി ഞങ്ങളൊരു സ്മൂത്തി കൂടെ കഴിക്കാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്യാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലേറ്റ് ആകും ഇവിടെ എത്തുമ്പോൾ. അപ്പോൾ എങ്ങാനും പാർക്ക് അടഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു പരാതിയായി. സോ എന്നാൽ പിന്നെ ആദ്യം അത് നടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നൊരു വീക്കെൻഡ് ആണ്. സോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ സിമ്പിളായിട്ട് കഴിച്ചു നമുക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കാം എന്നുള്ള പ്ലാനിൽ നമ്മൾ പുറത്തിറങ്ങണതുകൊണ്ട് ആണ് ആ ഒരു രീതിയിൽ വന്നിരിക്കുന്നത്. സാധാരണ സ്കൂളിൽ പോണ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു സ്മൂത്തിയും അതുപോലെ തന്നെ ഒരു എഗ്ഗ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മിൽക്ക് ഷേക്കോ എഗ്ഗോ അങ്ങനെയൊക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് കൊടുക്കാറുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇത് അവർക്കും കഴിക്കാം, കുട്ടികൾക്കും കഴിക്കാൻ അത് ഈസിയാണ്, അത് ഹെൽത്തിയുമാണ്. കാരണം അവർ എന്താ പറയുക, പുട്ട് കടല അല്ലെങ്കിൽ ദോശ ഇഡ്ഡലിയൊക്കെ കഴിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് സമയം അവർക്ക് ഇവിടെ പോകുന്നുണ്ട്. പിന്നെ നമ്മളും ഈ പറഞ്ഞ പോലെ അത് കഴിക്കുക ഇത് കഴിക്കുക പറഞ്ഞിട്ട് പുറകെ നടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എനർജി കുറേ പോകുന്നുണ്ടല്ലോ. സോ എല്ലാവർക്കും സമാധാനത്തോടെ കഴിക്കാൻ പറ്റുന്നത് എന്താണോ അതാണ് നമ്മൾ പാലത്ത് പ്രിഫർ ചെയ്യണത്. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിരിക്കുന്നത് ആ ഒരു സ്മൂത്തിയോ അല്ലെങ്കിൽ ഒരു മിൽക്ക് ഷേക്കോ അടിക്കുന്നതാണ്. മിൽക്ക് ഷേക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സീസണൽ ഫ്രൂട്ട്സ് ഒക്കെ അടിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, ഈ സ്മൂത്തി എന്നൊക്കെ പറയുമ്പോൾ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അത് പോകുന്നത്. സോ അത് കുറച്ചും കൂടി ഹെൽത്തിയുമാണ്, അതുപോലെ തന്നെ ഈസിയുമാണ്. ഈ കുട്ടികൾ സ്കൂളിൽ പോകുന്ന നേരത്ത് നമ്മൾ അവരെ വെറുതെ പിണങ്ങി അവരെ അപ്സെറ്റ് ആക്കിയിട്ട് അതിനേക്കാളും നല്ലതല്ലേ അവർ കാമായിട്ട് ഹാപ്പി ആയിട്ട് ഒരു ഹഗ്ഗും കിസ്സൊക്കെ കൊടുത്തിട്ട് വിടുന്നത്. അത് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നി. ഇപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഈസിയായ രീതി ഞങ്ങൾ പറഞ്ഞെന്നുള്ളൂ. അല്ലാതെ ഒരിക്കലും അതല്ലാത്ത രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ ശരിയല്ല അല്ലെങ്കിൽ അത് തെറ്റാണ് എന്നൊന്നും അല്ല പറഞ്ഞത് കേട്ടോ. നമുക്കിത് കംഫർട്ടബിൾ ആയത് ഇങ്ങനെ ഒരു രീതിയായിരുന്നു. ഇനിയിപ്പോൾ അനുഷ്ക വലുതായി വന്നിട്ട് അതെടുത്ത് നമുക്ക് ഇത് വേണം ഇന്നത് വേണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതുപോലെ എന്താ വെച്ചാൽ അതെന്ത് പോസിബിൾ ആണെങ്കിൽ നമ്മൾ അത് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ 2 പാരൻസും വർക്കിംഗ് ആണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതെടുത്ത് കുക്ക് ചെയ്യുക, പിന്നെ ഉള്ള ഡിഷസ് വാഷ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എന്തോരം സമയം പോകുന്ന കാര്യമാണ് അല്ലേ. സോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ പിന്നെ മീൽ പ്രിപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് അത് എന്താണെന്ന് വെച്ചാൽ ആ നേരത്തുള്ളൊരു രീതിക്ക് ഇങ്ങോട്ട് ചെയ്യും. നമ്മൾ പറഞ്ഞ് കാട് കയറി പോയല്ല. മീൽ പ്രിപ്പിംഗ് വരെ എത്തി. ഇപ്പൊ നമ്മൾ എവിടെ നിൽക്കണത്? പാർക്കിലല്ലേ. അപ്പൊ അവിടുത്തെ വിശേഷങ്ങൾ പറയാം. അങ്ങനെ നമ്മുടെ അനുഷ്കക്ക് ഒരു ടയർ, അനുഷ്കനെക്കാളും വലിയ ടയറാണ് കിട്ടിയിരിക്കുന്നത്. കുറെ നേരം അയാൾ അത് നോട്ടിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഡാഡയും മോളും കൂടി ആ ടയറിനെ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടിട്ടിട്ട് എന്നിട്ട് ആ ചെയിന് പിടിച്ച് ആൾക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ചാടണം. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ കുട്ടി സൂപ്പർ ഹീറോ കണ്ടു ടയർ തള്ളിക്കൊണ്ടുവരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ആ ടയർ അവിടെ ഇട്ട് അതിൻ്റെ മേലെ ചവിട്ടി നിന്നിട്ട് വേണം നമുക്ക് ആ ഒരു ചെയിനിൽ പിടിച്ചിട്ട്
അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാൻ. നമ്മൾ ഈ സ്ഥിരമായിട്ട് വെയിറ്റ് ലിഫ്റ്റിങ്ങും അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല ഇത് ചെയ്യാനായിട്ട്. അല്ലാതെ വന്നിട്ട് വല്ലപ്പോഴും വന്നിട്ട് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാലേ പണി പാളും, കയ്യിലെ തൊലി മൊത്തം പോവും. ഇതെന്താ കുട്ടികൾ മാത്രമേ പറ്റുള്ളൂ, നമുക്കും പറ്റുമല്ലോ, നമ്മളും ചെന്നു പിന്നല്ലാണ്ട്. സോ അതേ നേരം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കൈയൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. നമ്മൾ ഈ പറഞ്ഞ പോലെ എക്സസൈസ് ഒന്നും ചെയ്യാറില്ലല്ലോ. നമ്മുടെ കുട്ടിക്കാണെങ്കിൽ ഇനി അവിടെ നിന്ന് വരാൻ ഇച്ചിരി പാടായിരിക്കും. കാരണം നമ്മളൊരു പുതിയൊരു ഗെയിം കണ്ടുപിടിച്ചു പിന്നെ അത് കളിച്ച് ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ പിന്നെ അവിടെ നിന്ന് വരാറുള്ളൂ. പിന്നെ ഒരു വിധത്തിൽ വെയിലാണ്, നമുക്ക് വേഗം പോകാം, എല്ലാത്തിലും കയറി കളിച്ചോ എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടാണ് ഇപ്പോൾ അവിടെ നിന്ന് മാറിയത് അടുത്തിൽ കയറിയിരിക്കുന്നത്. സോ അതിൽ കയറി കളിച്ചു വന്നപ്പോഴാണ് മനസ്സിലാച്ചു അതിലിനി മുന്നോട്ട് പോയി ശരിയാവില്ല എന്ന്. അങ്ങനെ അവിടെ നിന്ന് ചാടി നമ്മൾ തിരിച്ച് ലേക്ക് സൈഡിലോട്ടേക്ക് പോവാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾ വന്ന സമയം അത്ര ശരിയായില്ല എന്ന് തോന്നുന്നു. അത്ര വലിയ ലഷ് ഗ്രീനറി എന്നൊക്കെ പറയാനുള്ള സംഭവങ്ങളൊന്നുമില്ല. പലതും ഇങ്ങനെ പല മരങ്ങളിലും ഇലകളൊക്കെ കുറവാണ്, ഉള്ളതൊക്കെ കുറച്ച് ഇങ്ങനെ ഉണങ്ങി ഒക്കെ ഡ്രൈ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണെന്ന് തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ കിട്ടിയായിരുന്നു ഇവിടെ നിന്നിട്ട്. ഈ ലേക്ക് സൈഡൊക്കെ നിന്ന് എടുക്കുമ്പോൾ നല്ല പിക്ചേഴ്സൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ലേക്കിന് ചുറ്റും നടന്നിട്ട് വരാം എന്നൊക്കെയായിരുന്നു പിന്നെ വിചാരിച്ചത്. വെയിലൊരു പ്രശ്നമാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് അനുഷ്കയായിട്ട് ചുറ്റും നടന്നു വരാമെന്നായിരുന്നു പ്ലാൻ. നടന്നു പോണ വഴിക്ക് അവിടെ ചെറിയൊരു കുഴി പോലെ കണ്ടിരുന്നേ. അപ്പോൾ അറിയാതെ ഞങ്ങൾ അതിൽ ചവിട്ടി വീണാലോ എന്ന് പറഞ്ഞിട്ട് അനുഷ്ക നമ്മളെ ഒന്ന് വാൺ ചെയ്തതാണ്. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് ദേ ഇങ്ങനെ കുറച്ച് ഫിഷസിനെ അവിടെ കാണുന്നത്. എന്ത് ഫിഷാന്ന് എനിക്ക് മനസ്സിലായില്ല, എന്തായാലും കാണാൻ രസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അനുഷ്കക്ക് അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് ടൈം ചെലവ് ചെയ്യാനുള്ളൊരു സംഭവം കിട്ടി. വെയിലിൻ്റെ ശക്തി കുറച്ച് കൂടിക്കൂടി വരുന്നുണ്ടോ എന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്തായാലും ലേക്കിന് ചുറ്റും നടന്ന് ഞങ്ങൾ കാണാമെന്നുള്ള പ്ലാൻ വിട്ടില്ല. പിന്നെ നടന്നു പോകുന്ന വഴിക്ക് ഇതുപോലെ ഇങ്ങനെ ടൈനി ക്രീച്ചേഴ്സ്, ഇതാണ് അനുഷ്കയുടെ കമൻ്റ് ഉണ്ടായത് ഇത് കണ്ടിട്ട്. ബാക്കി ഇതൊക്കെ ബിഗ് ക്രീച്ചേഴ്സ്. അങ്ങനെ വെള്ളത്തിനടിയിലുള്ള ക്രീച്ചേഴ്സിനൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചല്ല നേരെ മുന്നോട്ട് നടക്കുമായിരുന്നു കേട്ടോ. ഞങ്ങൾ മുമ്പ് ഒരു തവണ ഇവിടെ വന്നപ്പോൾ നമ്മളിവിടെ ആമിനെ കണ്ടായിരുന്നു. സോ അങ്ങനെ വല്ല ഐറ്റത്തിനെയും കാണുമോ എന്ന് നോക്കിയിട്ടാണ് അനുഷ്ക നിൽക്കുന്നത്. ചായ എടുത്തിട്ടാ വാ. അറിയില്ലല്ലോ, നടന്നു. ആമ വന്നാലോ എന്നും പറഞ്ഞിട്ട് നമ്മൾ കുറേ നേരം അവിടെ നിന്നു. പക്ഷേ എന്നിട്ടും അതായതുകൊണ്ട് നമുക്ക് പിന്നെ ഫിഷിനെ കണ്ട് ബോറടിച്ച അനുഷ്കക്ക്. പിന്നെ നമ്മൾ പിന്നെ മുന്നോട്ട് നടന്നു കേട്ടോ. പിന്നെ അവിടെ വെള്ളത്തിൽ ഒരു സൈഡിലായിട്ട് കുറച്ച് ഇങ്ങനെ പ്ലാസ്റ്റിക് ഗാർബേജ് ബാഗ്സ് ഇങ്ങനെ കിടക്കണ കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഇതെന്താണിത് മമ്മ എന്ന് ചോദിച്ചിട്ട് വന്നിരിക്കുന്നത്. പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ടിരിക്കണതോ, എൻവയോൺമെന്റിനെ ബാഡ് ആക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കുറേ നേരം അതിനെക്കുറിച്ച് വർത്തമാനം പറയാനുണ്ടായിരുന്നു അനുഷ്ക. സോ അതെല്ലാം കഴിഞ്ഞു നമ്മളിത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ലേക്കിന് ചുറ്റും. അപ്പോൾ റോഡ് സൈഡ് എത്തിയപ്പോൾ അനുഷ്ക പറഞ്ഞു, മമ്മ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അനുഷ്കക്ക് കുറച്ച് ബോറടിച്ച് തുടങ്ങി കേട്ടോ ഇങ്ങനെ നടത്താം. കാരണം ഒന്ന് ചൂടുണ്ട്, ഭയങ്കര വെയിലായിട്ട്, അതുപോലെ തന്നെ ഇങ്ങനെ ഭയങ്കര ചെടികളും പൂക്കളും അങ്ങനെ കാണാൻ പറ്റിയതൊന്നും ഇല്ല ഇപ്പൊ അവിടെ നോക്കിയപ്പോൾ. പിന്നെ ഒഴിവ് സമയങ്ങൾ ആനന്ദകരമാക്കാൻ നമ്മളൊരു ഓട്ടമത്സരമായാലോ എന്ന് വിചാരിച്ചു. മതി 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 മതി. അന്നവിടെ ഇരുന്നോ, വാവ ഇരിക്ക്.
ബാ നടന്ന നടന്ന. Come on, try. Ayya. Come on, superhero. Dun 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 dun. Do 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 do. അങ്ങനെ റണ്ണിങ് റേസും ലേക്ക് സൈഡ് വ്യൂ ഒക്കെ കഴിഞ്ഞ് നമ്മളത് ഇവിടെ ഓപ്പൺ ജിമ്മിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മളാണെങ്കിൽ സോണിക്കിന്റെ ഫാനാണ്, സോണിക് ദ ഹെഡ്ജോഗ് അറിയാലോ. അപ്പോ ആള് ഭയങ്കര ഓട്ടമാണ്, ഭയങ്കര ഫാസ്റ്റ് ആണ്, അങ്ങനെയൊക്കെയാണ്. നമുക്ക് അങ്ങനെ കുറച്ച് ഇഷ്ടങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ. അതുകൊണ്ട് നമ്മള് ഓട്ടമായാലും എന്ത് ഭയങ്കര പവർ യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു സോണിക്കിനാണ് ഇപ്പൊ കാണുന്നത് ഇങ്ങനെ മൈൻഡില്. അപ്പോൾ സോണിക്കിന്റെ ആ ഒരു സോങ്ങിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമുക്ക് വേണ്ടി വരും ചിലപ്പോ ആ ഒരു പവർ കിട്ടാൻ. അപ്പോൾ ഓപ്പൺ ജിമ്മിൽ വന്നപ്പോൾ ഈ ഓപ്പൺ ജിം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് മാത്രമല്ല, പല സ്ഥലത്തായിട്ട് പല പല ഇൻസ്റ്റലേഷൻസ് ഉണ്ട്. അപ്പോൾ അതിലൊരെണ്ണത്തിൽ ഇങ്ങനെ കയറിയപ്പോൾ നിന്നപ്പോഴാണ് റോബോ ആഷി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക, റോബോട്ടിന്റെ പോലെ ഇങ്ങനെ അനങ്ങാതെ നിൽക്കും, തനിയെ കിടന്ന് കറങ്ങും, അതൊക്കെയാണ് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞതേ ഇപ്പോൾ ഇവിടെ ഫുട്പാത്തിലേക്ക് വന്നു. അവിടെ ആ ഒരു സൈഡിൽ കാണുന്ന ആ ഒരു സംഭവത്തിൽ കൂടി നടന്ന് പോകാം എന്നൊക്കെയാണ് നമ്മുടെ ഒരു പ്ലാൻ. കുറച്ച് ദൂരം അങ്ങനെ നടന്നപ്പോൾ അതും മതിയായി. കണ്ടോ, സൈഡിലൊന്നും ആദ്യം വലിയ അങ്ങനെ ഗ്രീനറി ഒന്നും ഇല്ല, എല്ലാം ഒരു ഡ്രൈ ആയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. സോ നമ്മൾ വന്ന സമയം അത്ര ശരിയായില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഈ ഒരു വീക്കെൻഡ് മോർണിംഗ് ഒരു നല്ല സ്റ്റാർട്ടായിരുന്നു. കുറച്ച് നേരം ഇതേപോലൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ് നടന്നു, കുറച്ച് ഗെയിംസ് കളിച്ചു. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ അതൊക്കെ നമുക്ക് പുറത്തിറങ്ങിയിട്ട് റെസ്റ്റോറൻറ്റിൽ പോയി എന്തെങ്കിലും ഭക്ഷണം കഴിക്കാമെന്നാണ് അടുത്ത നമ്മുടെ പ്ലാൻ. ഞങ്ങൾ വീക്കെൻഡ് ആയിക്കഴിഞ്ഞാൽ എന്തായാലും ഇതേപോലെ എവിടെയെങ്കിലുമൊക്കെ ഔട്ടിങ് പോകാൻ നോക്കാറുണ്ട്. അതിപ്പോൾ ഇതേപോലെ ഏർലി മോർണിംഗ് എന്നല്ല, ഇതേപോലെ മോർണിംഗ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഈവനിങ് ആകാം, ചിലപ്പോൾ ഉച്ചയ്ക്ക് ആകാം, അല്ലെങ്കിൽ ഒരു ഹോൾ ഡേ ഒരു വൺ ഡേ ട്രിപ്പ് ആകാം. അങ്ങനെ നമ്മൾ എന്തെങ്കിലും എല്ലാ ആഴ്ചയിലും എന്തെങ്കിലും പ്ലാൻ ചെയ്യാറുണ്ട്. ഒരുപാട് നമ്മുടെ എന്താ പറയുക, അവിടെ മണി സ്പെൻഡ് ചെയ്യാന്നല്ല അവിടെ ഉദ്ദേശം, നമുക്ക് ഇതേപോലെ നമുക്കൊരു ഫാമിലി ടൈം കിട്ടുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിപ്പോൾ അനുഷ്കക്കാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും അതൊരു എന്താ പറയുക, നമ്മൾ ആ ഒരു ആഴ്ചയിൽ 5 ദിവസവും ഭയങ്കര പ്രഷറിലാണ് പോയിക്കൊണ്ടിരുന്നത്. സ്കൂളുണ്ട്, വർക്കുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കണ പോലെയാണ് ആ വീക്കെൻഡിൽ ആ ഒരു ഔട്ടിങ് വരുന്നത്. അപ്പോൾ പാർക്കിൽ നിന്ന് പുറത്തിറങ്ങി അവിടെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു കരിക്ക് വെക്കുന്ന സ്ഥലം കൂടി കണ്ടായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ നല്ല ക്ഷീണമുണ്ട്, കാരണം രാവിലെ തന്നെ എഴുന്നേറ്റതാണ് ഫസ്റ്റ് ഓഫ് ഓൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഇത്ര നടക്കുകയോ ഓടൊക്കെ ചെയ്തപ്പോൾ നല്ല ക്ഷീണമുണ്ട്. സോ അപ്പോൾ പിന്നെ ഒരു കരിക്ക് കുടിക്കാം എന്ന് വിചാരിച്ചു. അനുഷ്ക ഫുള്ള് ആ ഒരു വെള്ളം കുടിച്ചിട്ട് പാവം, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓരോന്നെ കുടിച്ചു. ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് റെസ്റ്റോറൻറ്റിലേക്ക് ഒരു ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ പോയി കേട്ടോ. അപ്പോൾ ശരി, ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.